മോളെ സുമിത്രേ. എന്താ മുകുന്ദ മാമ? ഇപ്പൊ നമ്മുടെ പേരും ഞാൻ ആരാണെന്നുള്ളത് രജിസ്റ്റർ ആയി. എന്താന്ന്? എടി ഇപ്പൊ നമ്മുടെ പേരും ഞാൻ ആരാണെന്നുള്ളത് രജിസ്റ്റർ ആയി. അത് ഇപ്പഴാ രജിസ്റ്റർ ആയത്. എന്താ മാമ വിളിച്ചേ? അതെ, ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എനിക്കിപ്പോ കല്യാണം വേണ്ടോ? എന്നാ വേണ്ട കോപ്പ. മനുഷ്യനാണ് മാമ. സാധാരണ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ പെൺപിള്ളേർ അടിക്കുന്ന ഡയലോഗ് അല്ലേ ഞാൻ അടിച്ച നിർബന്ധിക്കും മാമ. പറയണ്ടേ മോളെ, നീ ഒരു കല്യാണം കഴിക്ക്. എനിക്കിപ്പോ കല്യാണം വേണ്ടോ? എടി ഞാൻ നിർബന്ധിച്ച് നീ കല്യാണം കഴിക്ക്. എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് മാമൻ എന്താ ഇത്ര നിർബന്ധം? മോളെ, നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ശരിയാ, എന്റെ അച്ഛൻ പോയതിനു ശേഷം എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന എന്റെ മാമനാ. ഇവളുടെ വർത്താനം കേട്ടതൊന്നും അച്ഛൻ ചത്തുപോയെന്ന് ഒന്നുമില്ല. പെണ്ണ് കാണാൻ ആള് വന്നെന്ന് ബിവറേജിൽ നിന്ന് കുപ്പി എടുക്കാൻ പോയേക്കാ. എന്തിനാ പറഞ്ഞു വിട്ടേന്നാ? എനിക്ക് കഴിഞ്ഞ ദിവസം നിനക്ക് ഇവിടെ ഒരു ആലോചന വന്നാ. അന്ന് രാവിലെ പുള്ളി അടിച്ച് ഫിറ്റ് ആയിട്ട് ഒരു ചുവപ്പ് ജട്ടി വിട്ട് നമ്മുടെ വീടിന്റെ വാതിക്ക് വന്ന് ഇങ്ങനെ കിടക്കണം. ഇത് കണ്ടിട്ടാ വന്നവരെന്താ പറഞ്ഞെന്നറിയോ? സൂപ്പർമാന്റെ മോളെ ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാ ഞാൻ ഒഴിവാക്കി വിട്ടത്. ശരി, ഞാൻ കല്യാണമൊക്കെ കഴിക്കാം. പക്ഷെ ഞാൻ കെട്ടാൻ പോണ ആളെ പറ്റി എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്താ നിന്റെ ഡിമാൻഡ്സ്? എന്റെ കൂടെ കൊളാബ് ചെയ്യണ ആളായിരിക്കണം. നീ കണ്ണീ കണ്ട ആളുകളുടെ ഒക്കെ കൊളാബ് ചെയ്ത് അത് കൊളാബ്രിക്കേഷനെ ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞോണ്ടാ ഈ നാട്ടിൽ നിന്നൊക്കെ കല്യാണം വരാത്തത്. അതല്ല ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. ഒരു കൊടക്കീഴിലിരിക്കാൻ പറ്റിയ ആളെ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല. ബ്രോക്കർ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. പ്രശ്നോ? ഓ അങ്ങനെ. എടി എന്നെ കെട്ടാവനവനെ നല്ല കാശുകാരാന്ന് പറഞ്ഞു, നല്ല സ്വഭാവമാണെന്ന്. ഇതിന് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെന്താന്ന് പറഞ്ഞില്ല, സസ്പെൻസ് ആണ്. അയ്യോ പങ്കാളി. नमस्कार. मഴക്കാർ नहीं है. नमस्कार. നമസ്കാരം. चौकरी को देखने के लिए. चौकरी नहीं है. चौकरी ഞാൻ പെണ്ണ് കാണാൻ വന്ന ചേട്ടാ. ആണോ? പിന്നെ ആണല്ലാണ്ട് പിന്നെ പെണ്ണിനാണ് ഒരു ചേട്ടാ. എടിയേ, ആ ബ്രോക്കർ ഒരു പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പ്രശ്നമാണ് നിൽക്കുന്നത്. പങ്കാളി. ഇത് പങ്കാളിയല്ല, ബംഗാളിയല്ല. എനിക്ക് വേണ്ട ബംഗാളിനോ. എടി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എടി കേരളത്തിന് എത്ര ആലോചനകൾ നിനക്ക് വന്ന് വല്ലതും നടന്നാ? ഇല്ലല്ല. എടി മലയാളി എടുക്കാത്തത് ബംഗാളി എടുക്കും. തൂക്കാനോ? തൂക്കോനെ നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ ഇവളുടെ മാമൻ. ഓ മാമ. മാമയല്ല, മാമൻ. മാമൻ. അച്ഛനല്ല, മാമൻ. ബംഗാളി മോനെ, നീ കാണാൻ വന്ന പെണ്ണാണ് ഈ നിക്കണത്. ഹായ് ചോക്രി. ചോക്രി മീനി. എടി ചോക്രി എന്ന് പറഞ്ഞ സുന്ദരി ചെറുപ്പക്കാരി. ഞാൻ ചോക്കരിയായിരുന്നേ. അമ്മയുടെ അതേ ചോക്കരി എനിക്ക് ചോക്രി എന്നാ അവൻ പറഞ്ഞല്ല, ചൊറിയുന്നല്ല. സുമിത്ര. ഓ എടി ബംഗാളിയാണെങ്കിലേ ഇവൻ പരിസരം മുഴുവൻ അന്വേഷിച്ചിട്ടാട്ടോ വന്നത്. എന്ത്? നിന്റെ പേര് പറഞ്ഞിട്ടില്ല, സുമിത്താറാന്ന്. നാം ക്യാ ഹേ? മുകുന്ദൻ. മുകുന്ദൻ. അങ്ങനെയല്ല, മുകുന്ദൻ. മുകുന്ദൻ. നീ മുക്കൂന്ന് വിളിച്ചാ മതി. മുക്കു. ഒന്നും വിളിക്കണ്ട. അച്ഛനല്ല, മാമൻ. എന്റെ പൊന്നുമോനെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛനുണ്ട് സേട്ടാ, അമ്മയുണ്ട് സേട്ടാ, സഹോദരങ്ങളുണ്ട് സേട്ടാ, എല്ലാരും ഉണ്ട് സേട്ടാ. പാട്ടല്ല സേട്ടാ, ഞാൻ വീട്ടിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞ. പേരക്ക പച്ച നിറത്തിൽ ഉരുണ്ടിരിക്കും ചേട്ടാ. പേരക്കയല്ല, എന്റെ വീട്ടിലുള്ളവരുടെ പേരെന്താന്ന്? എന്റെ അച്ഛൻ ബോംബെയിൽ ഒരു ഷെട്ടിയായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ബംഗാളിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോ എന്റെ അമ്മയും ഷെട്ടിയായി. അച്ഛൻ വർമ്മ ഷെട്ടി, അമ്മ മാന്യ ഷെട്ടി, സഹോദരങ്ങൾ രാജു ഷെട്ടി, മുത്തു ഷെട്ടി. അപ്പൊ മോനോ? എനിക്ക് മാത്രം ഷെട്ടിയില്ല ചേട്ടാ. മാമനുമില്ല. അതല്ല ചേട്ടാ, ഞങ്ങൾ ഷെട്ടി ഫാമിലി ചേട്ടാ. ആണോ? ഈ മോളെ, നിന്റെ ഭാഗ്യട്ടാ. ഇവന്റെ കല്യാണം കഴിഞ്ഞില്ലേ, നീ വലതുകാരെടുത്ത് വെക്കുന്നത് ഷെട്ടി കുടുംബത്തിലേക്കാ. പിന്നെ നീ ആരാ? ഈ സുമിത്ര ഷെട്ടി, ഞാൻ മുകുന്ദൻ ഷെട്ടി, നിന്റെ അച്ഛൻ മോഹൻ ഷെട്ടി. നിനക്കുണ്ടാകുന്ന 2 കുട്ടി ഷെട്ടി. ഈ കുട്ടി ഷെട്ടികളുടെ കയ്യിൽ പിടിച്ച് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടാക്കാൻ പോകുന്ന കണ്ടിട്ട് വേണം ഈ മുകുന്ദൻ ഷെട്ടിക്ക് കണ്ണടക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് ബോൾറ്റിയാ മതി, ഇപ്പൊ ബോൾത്തണ്ട. അല്ലെങ്കിൽ ഞാൻ വെറും ബോലനായി പോകും. സംസാരിക്കുന്ന ചേട്ടാ പറഞ്ഞു. നിങ്ങൾക്ക് സംസാരിക്കണം. എന്നാ ബോലിക്കോ. കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. പ്രേമം? പ്യാർ, മുഹബത്ത്, കാതൽ.
മോനെ പോനെയൊന്നുമില്ല ഒരെണ്ണുള്ളൂ. ആരായിരുന്നു പ്രേമിച്ചത്? വരുൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി രാത്രി വന്ന്. അപ്പൊ എന്റെ അമ്മ പൊക്കി, എന്റെ അമ്മ തലക്കടിച്ച് കൊന്ന്, എന്നിട്ട് അച്ഛൻ കൊണ്ട് കുഴിച്ചിട്ടെന്നൊക്കെ കേക്കണത്. അച്ഛന്റെ പേര് ജോർജ് കുട്ടി എന്നാണോ? ദൃശ്യമേക്ക് ധോത്തി ഞാൻ കണ്ടതാ. ഓ എന്റെ ദൈവം, എന്റെ കഷ്ടകാലത്തിന് മലയാള സിനിമയ്ക്ക് ഇപ്പൊ ബംഗാളിയാണല്ലോ കാണുന്നത്. പാൻ ഇന്ത്യൻ സിനിമ, ഞാൻ മോഹൻലാൽ ഫാനേ. ഒരു പാട്ട് പാടട്ടെ? പാട്ടൊക്കെ പാടോ? മലയാളം പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാ ഞാൻ. മലയാളം പാട്ടാ? അന്നത് കേക്കണല്ലോ. കളസൂരി മണക്കണല്ലോ. കളസൂരി മണക്കണെന്നോ? സോറി, ചത്തൂരി വേണ്ട വേണ്ട മണക്കണ. വേണ്ട, ഹിന്ദി പാട്ട് വല്ലതും പാടിയ വേറെ പാട്ടുണ്ട് എന്റെ കയ്യില്. അന്ന് പാട്. കഹോന പ്യാർ ഹേ, കഹോന പ്യാർ ഹേ. ദിൽ മേരാ ബഹ്ബാർ ഹേ, ചൽ ജാർ ഹേ, അനുജ് സാർ ഹേ. കഹോന പ്യാർ ഹേ, കഹോന പ്യാർ ഹേ. കാഫേ അയ്യോ, കാഫേ. ഇതെന്താണ് മാമ, റെയിൽവേ സ്റ്റേഷനാ? അതെ മോനെ കുട്ടാ, നിനക്ക് ഇവിടെ ഇഷ്ടമായ? എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു ചേട്ടാ. ആ. ഇനി ഈ കൊച്ചിൽ എന്നെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ. എറണാകുളം സിറ്റിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഒരു കുടക്കയിൽ ഇരിപ്പുണ്ടാവും. എന്താന്ന്? എടി റോഡ് സൈഡിൽ കൊടക്കയിൽ ബംഗാളി നിന്ന് മുറുക്കാൻ പറ്റൂലേ? അതാണ് അവൻ പറഞ്ഞത്. നീ നേരത്തെ ഒരു ഡിമാൻഡ് പറഞ്ഞായിരുന്നു. അതെന്നെ സ്നേഹിച്ച ഒരു കൊടക്കിഴി നോക്കണ ആ ആളായിരിക്കും. നീ കല്യാണം കഴിച്ചിട്ട് അവന്റെ കൊട്ടയുടെ അടിയിലോട്ട് കയറി കൊടുത്താൽ മതി, ആ ആഗ്രഹം തീർന്നു. അല്ല മോളെ, നിനക്ക് അവനെ ഇഷ്ടായ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നാ? ഇല്ല. എടി അവൻ ചില്ലറക്കാരൊന്നുമല്ല. ചില്ലറ നോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എടി അവന് പെരുമ്പാവൂര് 3 നിലയിലെ മുറുക്കാൻ കടയുണ്ടെന്ന്. പെരുമ്പാമ്പിന് 3 തലയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതല്ല, പെരുമ്പാവൂര് മുറുക്കാൻ കടയുണ്ട്. അത് മാത്രമല്ല, ആലുവയിൽ ഒരു ജൗളിക്കടയുണ്ട്. തുണിക്കടേ? ആ. ഈ പുള്ളിക്കാ? ആ. കുറ്റി എന്ത് ചെയ്യുന്നു? ഞാൻ തൊഴിലുറപ്പ് നോക്കണ്ട്. അങ്ങനെ ഉറപ്പില്ലാത്ത തൊഴിൽ നോക്കട്ടെ. ഉറപ്പുള്ള തൊഴിൽ ഞാൻ തരാം. ഡെയിലി 800 രൂപ തരാം. പറ്റോ? ഡെയിലി 800 രൂപ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. അതെ, രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കിടക്കാം കിടക്കാം. ഇവളുടെ നാള് മൂലം, മോന്റെയോ? ഞങ്ങളുടെ നാട്ടിൽ മൂലല്ലേ ചേട്ടാ? മൂലമില്ലാത്ത നാടോ? വെറുതെ അല്ല, അവിടെ ശൗചാലയം ഇല്ലാത്തല്ലേ? അതല്ല ചേട്ടാ, ഞങ്ങളുടെ നാട്ടിൽ ഈ 4 മൂലൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ട ഞാൻ അപ്പൊ കെട്ടി ചേട്ടാ. അത്രേ ഉള്ളു ചേട്ടാ. 1 2 3 4 5 6 7 8. ഡേറ്റ് നോക്കണ ഡേറ്റ് നോക്കിയല്ലേ ചേട്ടാ? കല്യാണം കണ്ടിട്ട് ഞങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് എണ്ണി നോക്കിയ ചേട്ടാ. ആട്ട അവള് കേക്കണ്ട, നല്ല ആട്ടാട്ട് കേട്ടോ. ഇതിന്റെ നോക്കിയ മെട്രോപൊളിറ്റൻ പോലെ എന്നോട് ഏ, ഭായി, നമുക്ക് രണ്ടുപേർ കൂടി ഏക്ക് ഷട്ടി മതി. അതല്ല, ഒരു ആൺഷട്ടി. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദിരാത്രി ഉണ്ടോ ചേട്ടാ? ഞങ്ങളുണ്ടോ? രാത്രി ഉണ്ട്. ഓ, അവരുടെ നാട്ടിൽ ആദ്യരാത്രിയിലെ രക്ഷപ്പെട്ടിയ. അവിടെ അത് മാത്രമേ ഉള്ളൂ, സ്ഥിരമായിട്ട്. ചേട്ടാ അതങ്ങനെ ബംഗാളി ഒരു നേരത്തും വെറുതെ ഇരിക്കില്ല. അതെ, കല്യാണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളുടെ വക പപ്പടം, പഴം, പായസം, കുട്ടികളുടെ സദ്യയാണ്. ചേട്ടാ, പപ്പടം വേണ്ട ചേട്ടാ. എന്താണ്? കേരളത്തിലെ കല്യാണ വീട്ടിൽ പപ്പടം വെച്ച് അപ്പാടി ഉണ്ടാവും ചേട്ടാ. അന്ന് പപ്പടം വേണ്ട. അത് വേണ്ട ചേട്ടാ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല ചേട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ചപ്പാത്തി ഉണ്ട്, ഉരുളൻകിഴങ്ങിന്റെ കറി ഉണ്ട്, പരിപ്പ് വെച്ചോണ്ട് ആൾക്കറി. അപ്പൊ നമ്മുടെ കല്യാണത്തിന് പാർട്ടി പൂപ്പ് വേണ്ടട്ടാ. അതെന്താ? പൊട്ടിക്കാനുള്ള വകുപ്പ് അവര് വരുമ്പോ തന്നെ വിളമ്പി കൊടുക്കണ്ടല്ലോ. എങ്ങാനും എന്തെങ്കിലും ശബ്ദം കേട്ടാ കല്യാണത്തിന് മാമൻ DJ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അതെ ചേട്ടാ, ആ. ഇതുപോലെ 2 മാമൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അണ്ടമാമനാ? ഒട്ടമാമൻ. ഒട്ടമാമനാ, വെറുതെ തെറ്റിദ്ധരിച്ച്. എന്നിട്ട് ആളെന്തേ? മാമനെ പ്രകൃതിയെ സ്നേഹിച്ച കുറ്റത്തിന് തല്ലിക്കൊന്നു. പ്രകൃതിയെ സ്നേഹിച്ച കുറ്റം തല്ലിക്കൊല്ലേ? പിന്നെ അപ്പുറത്തെ വീട്ടിലെ പ്രകൃതി ഷെട്ടി എന്ന് പറഞ്ഞ പെണ്ണിനെ സ്നേഹിച്ചാൽ അവളെ ഭർത്താവ് തല്ലിക്കൊല്ലേ? എങ്ങനെ കൊന്നാ? അമ്മാവൻ എങ്ങനെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മാവനെ മലർത്തി കിടത്തി പൊക്കിളിലേക്ക് ഗോതമ്പിട്ടിട്ട് ഒലക്ക കൊണ്ട് ഇടിച്ച് പൊടി ഉണ്ടാക്കി, ആ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി, ആ പുട്ട് അമ്മാവന്റെ അണ്ണാക്കിൽ തള്ളിക്കേറ്റിട്ട് ശ്വാസം മുട്ടിച്ച കൊന്നത്. ഇതൊരു മാതിരി ശ്രീവിദ്യയുടെ ഭർത്താവിന്റെ വ്ലോഗ് പോലെ. റേഷൻ കടയിൽ ഗോതമ്പ് പിടിച്ച പിന്നെ മറന്നു മാമ. നന്നായി. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മോന്റെ വീട്ടിൽ നിന്ന് കാരണന്മാരൊക്കെ വന്ന് കുട്ടിയെ ഒന്ന് കാണട്ടെ. വേണ്ട ചേട്ടാ, ഞാൻ കണ്ടിഷ്ടപ്പെട്ടല്ലോ ചേട്ടാ. അങ്ങനെയല്ല, നാട്ടുകിടപ്പതാണ്. കാരണന്മാര് വന്ന് കുട്ടിയെ കാണണം. നാട്ടുകാർ വീട്ടുകാരൊന്നും വേണ്ട ചേട്ടാ, ഞാൻ കണ്ടിഷ്ടപ്പെട്ടില്ല അല്ല, ചേട്ടാ. അച്ഛനും അമ്മയൊക്കെ വന്നൊന്ന് കണ്ടാലല്ലേ? അങ്ങനെ അവര് വന്ന് കാണണമെങ്കിൽ 6 മാസം പിടിക്കും. 6 മാസം ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം. 6 മാസം കഴിഞ്ഞാലേ കാണാൻ പറ്റൂ ചേട്ടാ. അതെന്താണ് 6 മാസത്തേക്ക് വെച്ചേക്കണ? വേറൊന്നല്ല, ഓപ്പറേഷൻ തൂഫാൻ കാരണം വീട്ടുകാരെ മൊത്തം പോലീസ് പിടിച്ചു. ഷെട്ടി ഫാമിലി മൊത്തം ജയിലിൽ ഷെട്ടിപ്പുറത്ത് നിൽക്കുക. അതാ ഞാൻ പറഞ്ഞ 6 മാസം കഴിഞ്ഞ് നടക്കുന്ന. എടാ ബംഗാളി, ബംഗാളിന്ന് തന്നെയാണോ അതെന്നെ വിളിച്ചത്? അച്ഛാ. നീ അപ്പൊ ഞങ്ങളെ തൂഫാനാക്കണായിരുന്നല്ലേ? വെറും തൂഫാൻ നഹി ഹേ, ഓപ്പറേഷൻ തൂഫാൻ.
ഇതിലെന്തായാലും തെക്കേക്കരയ്ക്ക് ഒരു നല്ല താങ്ക്സ്. നല്ലൊരു ക്ലിയർ സ്കിറ്റ് നല്ല രസമായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ ഒന്ന് രണ്ട് സീക്വൻസ് ഭയങ്കര ഇഷ്ടമായിട്ട് വെച്ചാൽ ഷെഡി ഫാമിലിയിൽ തുടങ്ങൂലേ, അത് കഴിഞ്ഞിട്ട് അമ്മാവൻ പറയല്ലേ എന്നിട്ട് വേണം ഈ അമ്മാവൻ ഷെഡിക്ക് ആ സീക്വൻസ് തന്നെ ക്ലിയർ സൂപ്പർ നല്ല രസമായിരുന്നു. എനിക്ക് മറ്റേ കൗണ്ടർ നല്ല ഇഷ്ടമായി. പിള്ളേരുടെ എണ്ണ എടുത്തപ്പോൾ പറഞ്ഞില്ലേ മറ്റേ മെട്രോ പില്ലറിന്റെ എണ്ണ എടുക്കുന്ന പോലെ, അത് നല്ലായിരുന്നു. ഷജീർ ആ ഒരു ക്യാരക്ടർ പിടിച്ചു വെച്ചില്ലേ സ്റ്റാർട്ട് ടു എൻഡ്. എവിടെയും മലയാളം ആക്സെന്റോ അങ്ങനെ ഒന്നും വന്നില്ല. ദാറ്റ് ഇസ് സൂപ്പർ. നമ്മളൊരു ആക്സെന്റ് ഇത് ഫ്ലോ ആണ്, ഇത് ഒരു ടേക്ക് ഓർ റീടേക്ക് അല്ലല്ലോ. ഫുൾ സ്കിറ്റ് നമ്മളല്ലേ ആ ക്യാരക്ടർ പിടിക്കുക, ആ ആക്സെന്റ് പിടിക്കുക, ആ ഒരു ഫ്ലോ ഓഫ് മറ്റേ എന്താ പറയാ ബംഗാളി എന്താ പറയാ മലയാളം പറയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സൂപ്പർ, നന്നായിരുന്നു. ചേച്ചി ഈ ക്യാരക്ടർ എന്നറിയോ, നമ്മുടെ ഈ അപ്പുറത്ത് ലോട്ടറി കട ഇട്ടേക്കണ ബംഗാളിയാണിത്. അവനെ 3 ദിവസം കൊണ്ട് തൂഫാനിൽ കൊണ്ടുപോയി. ലോട്ടറി കട ഒരു മറവായിരുന്നു, ഇത് വേറെ വിറ്റോണ്ടിരുന്ന. ആയിരുന്നു ഇങ്ങനെ അങ്ങ് നിന്നല്ലേ. ആ പുള്ളിയുടെ ചിരിയൊക്കെ ഉണ്ട് എന്നൊക്കെ പല്ല് കാണിച്ചേ, പല്ല് മറ്റേ സാധനം ഉണ്ടല്ലോ. ആ ചിരി ഒന്നിട്ടേക്കാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുന്നായിരുന്നു ചിരി. എനിക്ക് പല കൗണ്ടറും എനിക്ക് കേൾക്കാൻ പറ്റില്ല, അമ്മാതിരി ചിരിയായിരുന്നു ഈ കൊച്ചു. അതായിരിക്കുന്ന ഒരു ഷജീർ ഫാൻ. അവരുടെ അടുത്ത് ചോദിക്കാൻ നോക്കട്ടെ. ഹരിത. ഹരിത, ഇങ്ങനെ ഒരാളുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാ എങ്ങനെയുണ്ടാവും? ഞാനും ഓറും തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ ചിരിച്ചു മരിക്കും. ഓട് രണ്ട് വർത്തമാനം നീ ചോദിക്കറാ. ഓക്ക് റെഡിയാന്നൂറ് ഓം പെണ്ണാണ വന്നിട്ടുള്ളത്. നീ ചോദിച്ചോ, പറയും. കുറ്റി പറയാ, എന്ത് ചെയ്യുന്നു കുറ്റി? കുറ്റി ഞാൻ വർക്ക് ചെയ്യുന്ന എവിടെ വർക്ക് ചെയ്യുന്ന? ഇരിട്ടിയില് ജ്വല്ലറിയിൽ. ഇരുട്ടിലോ? ഇരുട്ടില് വർക്ക് ചെയ്യുന്ന ഇരുട്ടിലെ ജ്വല്ലറിയിൽ, പകല് റേഷൻ കട. നല്ല സറ്റയർ ആയിരുന്നു കേട്ടോ. ത്രെഡ് എന്തായാലും കിട്ടുമല്ലോ. ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയായിരുന്നു. കറക്റ്റ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അല്ല ഒരു കാര്യം നമ്മുടെ അമ്മാവന്റെ പറ്റി, അമ്മാവന്റെ ക്യാരക്ടർ ഭയങ്കര ലൈവ്ലി ആയിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണ കണവ കലാഭവൻ ജയകുമാറിന്റെ ടോൺ കറക്റ്റാ. നല്ലത് ചേട്ടാ, നിങ്ങൾ എല്ലാരും നല്ലതായിരുന്നു ചേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. നമുക്കിനി ബാറ്ററി നോക്കിയാലോ ചേച്ചിമാരെ ചേട്ടന്മാരെ? അയ്യോ അതെ, ഇനി ചാർജ് കേറ്റണ്ട. യെസ്, ബാറ്ററി നോക്കാം. സൂപ്പർ ചേട്ടാ, സൂപ്പർ. 35,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായോ ചേട്ടാ? സന്തോഷായി. കളിച്ച് വരുമ്പോ ഇത്രയും കിട്ടുന്ന മനസ്സിൽ തോന്നിയിരുന്നാ? അതിന് മേലെ പറയാറുമ്പോഴും കിട്ടിയുള്ളെല്ലാം ആലോചിച്ച് അവിടെ പറഞ്ഞു ചേച്ചിനെ പറ്റിച്ചിട്ടേക്കും. ഇവിടെ എല്ലാരും കിറ്റ് ഉണ്ടാക്കുമ്പോ 75-ന് വേണ്ടിട്ട് ഉണ്ടാക്കണേ. ഇവിടെ വരുമ്പോ ഇങ്ങനെ സംഭവിച്ചോളൂ, പ്രകൃതിയുടെ ഓരോ വരദാനം അങ്ങനെ അല്ലേ. KKPP ആണ്, കിട്ടിയാ കിട്ടി പോയാ പോയി. അതാണ് ചേച്ചി കോട്ട്. യെസ്, കൊടുക്കാം. 3500 ഇതാ.